ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ദീപാവലീൻ്റെ തലേ ദിവസമാണ് കേട്ടോ. പി ജിയിൽ ആരുമില്ല, എല്ലാവരും ദീപാവലി ഹോളിഡേയ്സിന് വീട്ടിൽ പോയത് കാരണം പി ജിയിൽ പുറത്ത് ഒച്ചപ്പാടും ബഹളമൊക്കെ ആയത് കാരണം പി ജിയിൽ ഇരിക്കാൻ അത്ര അങ്ങോട്ട് പറ്റുന്നില്ല. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. എനിക്ക് തനിച്ചിരിക്കാൻ ഇഷ്ടമാണ്. എനിവേ ഇപ്പോൾ ദീപാവലീൻ്റെയൊക്കെ ഒച്ചയും ബഹളവും പുറത്ത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളകത്തിരിക്കുക. അങ്ങനെ പുറത്തിറങ്ങി ഒരു ചായ കുടിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. സമയം ഞാൻ 5:45-ലാണ് ഇറങ്ങിയത്. പിന്നെ എൻ്റെ തീരുമാനം മാറ്റി ചായ കുടിച്ചതിന് ശേഷം നേരെ MG സ്ട്രീറ്റിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ആകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ വഴികളൊരായിരം വഴികളുള്ളത് കാരണം നമുക്ക് തിരിച്ച് വരാൻ എന്തായാലും നമ്മുടെ സമയം പോവും. അപ്പോൾ എനിക്കതാണ് വേണ്ടത്, ടൈം എങ്ങനെയെങ്കിലും പോകണം. അങ്ങനെ നേരെ MG സ്ട്രീറ്റിൽ കയറി നടക്കുകയാണ് കേട്ടോ. അന്തവും കുന്തവും ഒന്നുമില്ല, എങ്ങോട്ട് നടക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാ തവണയും എന്തെങ്കിലും മേടിക്കാനൊക്കെ പോകുന്നതാണ്. പക്ഷേ എന്ന് പോയാലും എനിക്ക് വഴി അങ്ങനെ കൃത്യമായിട്ട് ഞാൻ വരാറില്ല. അത് കാരണം ബെസ്റ്റ് ഓപ്ഷൻ അതാണെന്ന് കരുതി അങ്ങോട്ട് പോയി. അങ്ങനെ ചെല്ലുമ്പോഴേ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. രണ്ടവന്മാർ ഭയങ്കരമായിട്ട് കളിക്കുവാണ്. അവിടെ എന്തൊക്കെയോ ആൻറ്റിമാരൊക്കെ കച്ചവടം ചെയ്യുന്നിടത്താണ് അവന്മാർ കളിക്കുന്നത്. അങ്ങനെ കണ്ടപ്പോഴേക്കും പാവം എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് കരുതി ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തു. പക്ഷേ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവന്മാർക്കത് വേണ്ടെന്നാണ് തോന്നുന്നത്. കാരണം കുഞ്ഞുങ്ങളല്ലേ, അതുങ്ങൾ എന്നേലുമൊക്കെ കഴിച്ചിട്ട് കളിക്കുന്ന ടൈമാണ്. അന്നേരത്ത് ഞാൻ ബിസ്ക്കറ്റും കൊണ്ടുവന്ന ഒരു കുഞ്ഞുങ്ങളും കഴിക്കത്തില്ല. എനിവേ ഞാനത് കൊണ്ട് നേരെ പിന്നെ നടന്നു. 2 ബിസ്ക്കറ്റ് അവന്മാർ കഴിച്ചില്ല. പിന്നെ നേരെ നടന്നതാ. ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ കേട്ടോ. പച്ചക്കറി, പൂക്കൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പിന്നെ ഈ കണ്ട ബിസ്ക്കറ്റ് ഞാൻ അവിടെ വേറെ 2 പട്ടിക്കുട്ടികൾക്ക് കൊടുത്തു. എന്നിട്ട് നേരെ നടക്കുകയാണ് കേട്ടോ. വളരെ ഭംഗിയാണ് കാണാൻ. ഇഷ്ടം പോലെ സാധനങ്ങളും തിരക്കും. ദീപാവലീൻ്റെ ശരിക്കും പറഞ്ഞാൽ പൂജാ സാധനങ്ങളായാലും മറ്റ് അലങ്കാര വസ്തുക്കളായാലും എന്തൊക്കെയാണെന്ന് പറയാൻ എനിക്ക് പേരറിയാത്ത എന്തൊക്കെയോ സാധനങ്ങൾ. പിന്നെ പള്ളിയും അമ്പലവും എല്ലാം ഭയങ്കരമായിട്ട് അലങ്കരിച്ച് ഭംഗിയാക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഷോപ്പിൽ കയറിയതാണ്. എന്തിനാണെന്ന് വെച്ചാൽ നടന്ന് മഞ്ഞിൻ്റെ ആയിരിക്കും എനിക്ക് തുമ്മലും ജലദോഷത്തിൻ്റെ ഒരു സിംറ്റംസൊക്കെ പോലെ തോന്നി. പറ്റുന്നില്ല. തുമ്മൽ നന്നായിട്ട് കൂടിയപ്പോഴേക്കും ഒരു കർച്ചീഫ് മേടിക്കാൻ കയറിയതാണ് കേട്ടോ. പിന്നെ അവിടെ ഇല്ല, വൈറ്റ് കർച്ചീഫ് ഇല്ലാത്തിട്ട് വേറൊരു കടയിലിറങ്ങി വൈറ്റ് കർച്ചീഫ് മേടിച്ച് പോവുകയാണ് ഞാൻ. കുറേ നേരം നടന്നു. ഒരു 6 മണിക്ക് ഞാൻ കയറിയതാണ്. ഏകദേശം ഒരു 9 മണി വരെ ഞാൻ അവിടെ ചുറ്റി തിരിഞ്ഞു. പിന്നെ ഇതാണ് ഇവിടെ അടുത്തൊരു പള്ളിയാണ്. അങ്ങനെ നേരെ ഇറങ്ങി. ശരിക്കും ഞാൻ കറക്റ്റായിട്ട് വഴി അറിഞ്ഞൊന്നും വന്ന ആളല്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വഴികളൊന്നും കിട്ടുന്നില്ല. പിന്നെ ഞാൻ നേരെ ഗൂഗിൾ മാപ്പിട്ട് പി ജിയിലേക്ക് പോകാനുള്ള തീരുമാനമാണ് കേട്ടോ. അങ്ങനെ റോഡ് ഇറങ്ങി. ഇത് ഞങ്ങളുടെ പി ജിയിലേക്കുള്ള ഒരു റോഡാണ്, പി ജിയിലേക്കുള്ളതാണ്. അങ്ങനെ കുറേ നടന്നു. ഫുൾ നടത്തമായിരുന്നു, ഓട്ടോ ഒന്നും പിടിച്ചില്ല. നേരെ നടന്ന് തന്നെ വന്നു. എന്നാണേലും എൻ്റെ ഒരു തീരുമാനം അത് എന്താ സമയം കളയാന്നുള്ളതായിരുന്നു. അത് എന്നാണേലും നടന്നു കിട്ടി. അങ്ങനെ നേരെ ഇറങ്ങി ഫുഡും നൈറ്റത്തേക്കുള്ള ഫുഡും മേടിച്ച് പി ജിയിലെ അങ്കിളിനോട് ഞാൻ പറഞ്ഞു ഫുഡ് നൈറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് മേടിച്ച് നേരെ പി ജിയിലോട്ട് വരികയാണ്. എന്തായാലും ദീപാവലിൻ്റെ തലേ ദിവസം ഇങ്ങനെ ആകുമ്പം ദീപാവലി എന്താവും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. വളരെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ പി ജി. അപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.